ഗൈസ്, മിക്കസ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തള്ള എന്തൂത്തിന് ഞങ്ങളെ എടുത്തിങ്ങനെ പൊത്തോ നിടുന്നത്? പെണ്ണുമ്പിള്ള, ഞങ്ങളുടെ ശരീരം കല്ല ഇരുമ്പോ ഒന്നും അല്ല. ഇങ്ങനെയൊക്കെ പൊത്തോ നേരത്തിട്ട് ഞങ്ങൾക്ക് നോവും. ഞങ്ങൾ പിന്നെ കടിയൊക്കെ വെച്ച് തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ കുന്താലി മേടിച്ച് കിളയ്ക്കാനുള്ളതെന്ന് പട്ടികളെ കളിപ്പിച്ച് ഇവിടെ ഇരുന്നു. എന്തിനാടി നീ നിന്നെ തന്നെ പട്ടിയെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്? അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് 2 ദിവസം അമ്മൂമ്മയ്ക്ക് റേഷൻ കട അവധിയായിരുന്നു. അപ്പോൾ ഇവിടേക്ക് പോയി കുറെ ചെടികളൊക്കെ ഒപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അതൊന്ന് നട്ട് വെച്ച് കുളവാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് അമ്മൂമ്മ ചെടി നടും, ഞങ്ങൾ നശിപ്പിക്കും. എങ്ങനെയുണ്ട്? കണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ, ഇനി എന്തോന്ന് പോകാൻ? ഇപ്പൊ തന്നെ പോയിരിക്കുമല്ലേ? ഞാനിങ്ങനെ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെ ഇരുന്നോണ്ട് പിങ്കു എന്നൊരു വിളി കണ്ടോ. പിങ്കു ചാടിപ്പോയണ്ട ഒറ്റ വിളിയില്. ആരുടെയെന്നറിയാമോ? ഇവിടുത്തെ താടകയുടെ വിളിയായിരുന്നു. താടക വിചാരിച്ച് ഞാൻ ഈ പൂവെല്ലാം നശിപ്പിക്കുവാന്ന്. പാടാത്ത പിങ്കുവും പാടും കൊച്ചു കള്ളി. റേഷൻ കടയുടെ പഞ്ചസാരച്ചാക്കെല്ലാം എടുക്കുന്നൊന്നും വീട്ടിൽ ചെടിനടുവല്ലേ? ഒരുത്തി ചാക്ക് കീറുന്നത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അന്തം വിട്ട് കുന്തം വിളിക്കാൻ മാത്രം നിൽക്കുവല്ലേ? കണ്ടില്ലയോ? ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകണ്ടെന്നവള് അവള് ചാക്ക് കീറുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നിവിടെ എല്ലാരും ഉണ്ടായിട്ട് വെപ്പും കൂടിയൊക്കെ കണക്കായിരിക്കും. ഇനി നീ പറ, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഈ അമ്മൂമ്മ മാന്തി വീടിന്റെ അടുത്തറ വരെ മാന്തി വന്നാ തോന്നുന്നേ. ഞാനിങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല കൊച്ചായിട്ട് നടക്കുന്നത് കൊണ്ട് അവസാനം എനിക്ക് അവിടെ ഏനെ കയറി ഇരിക്കേണ്ടി വന്നത്. ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവളിപ്പോ ഏനെ കയറി ഇരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോ അല്പസ്വല്പ കുരുത്തക്കേടൊക്കെ കാണും. അത് പ്രകൃതി നിയമമാണ്. എന്നെ കൂടുതലും നിയമങ്ങളൊന്നും പാപ്പിക്കില്ലേ. ഞാനും കുഞ്ഞായിട്ടല്ല വളർന്നു വന്നത്. എടി, അതിന് ഞാൻ മന്ദബുദ്ധിയല്ലടേ, ഞാൻ ബുദ്ധി കൂടിയ ഇനത്തിലുള്ളതാ. ഈ അമ്മൂമ്മയെ സഹായിക്കാൻ ഈ വീട്ടിൽ പെണ്ണായിട്ട് പറഞ്ഞ ആരും ഇല്ലയോ? അയ്യോ, വീപ്പക്കുറ്റിയെ പോലെ രണ്ടെണ്ണം നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? എടി, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യടി, നിന്റെയൊക്കെ വണ്ണം ഒന്ന് കുറയട്ടെ. ഇവിടെ ഒരു താടക ഉണ്ടായിരുന്നു. അമ്മൂമ്മ ജോലി ചെയ്യുന്ന കണ്ടപ്പോഴേ സ്ഥലം വിട്ട്. മേലിറങ്ങാത്ത കുറെ എണ്ണങ്ങള്. നീ പോയി എങ്കിൽ വെള്ളവടിയെങ്കിലും നടക്കട്ടെ. അതെങ്ങനാ? ഒരുത്തി ഒരു ജോലി ചെയ്യാൻ പോയാൽ അടുത്ത വെക്കും ആ ജോലി തന്നെ ചെയ്യണം. ചെയ്തേ പറ്റൂ. ഇനി ഇപ്പൊ ഇവിടെ ഒരു അടിയാണ്, വഴക്കാണ് ഗൈസ്, നിങ്ങൾ കണ്ടോണം. അപ്പ 2 ജോലി ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ വല്ലൊക്കെ നടക്കും. ഒരുത്തി ഓസിന്റെ ഒരറ്റത്ത് പിടിച്ച് മറ്റൊരു മറ്ററ്റത്ത് പിടിച്ച് തുടങ്ങി. അയ്യേ, തുടങ്ങിയില്ല. എടി, ഒന്ന് തുടങ്ങിനടി. എടി, ഒന്ന് അടി തുടങ്ങിനടി. ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചേക്കുവാടി നീയൊക്കെ അടിയിടുന്ന കാണാമെന്ന്. എടി, ഒന്ന് അടിയിടടി. ചേട്ടാ, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. നീയെല്ലാം തെറ്റിച്ചല്ലോടി. നീയൊക്കെ അടിയിടുമ്പോ താടക വടിയായിട്ട് വരുന്ന നിനക്കൊക്കെ അടികൊള്ളുന്നു. ഒന്ന് സന്തോഷിക്കാനും കരുതിയിരുന്നതാ. അല്ലേലും കുറച്ച് ദിവസമായിട്ട് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവിടെ പരാജയമില്ല. അമ്മൂമ്മേ, എന്ത് വൈകാതെ തിന്നാൻ കൊള്ളാവുന്നൊന്നും ഇല്ലയോ? ചെല്ലുപടിയൊക്കെ വാരിയിടണ്ടേ? അയ്യോ, ഇനി 2 ദിവസത്തേക്ക് റേഷൻ കട അവധിയായോണ്ട് അമ്മൂമ്മയുടെ ഫോണിനൊരു വിശ്രമമേ ഇല്ലേ. അയ്യോ ചേച്ചി, എപ്പോഴാ കട തുറക്കുന്നേ? അയ്യോ ആന്റി, കടയിലോട്ട് വായോ. അയ്യോ കട തുറക്കോ. എന്റെ അമ്മച്ചി, ഇനി 2 ദിവസത്തേക്ക് നോക്കതയില്ലേ? എന്റെ പൊന്നമ്മൂമ്മ, 2 ദിവസത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് ആരിക്കത്തിലാണ് കൊണ്ടത്. പൂഴ്ത്തി പോയി ഫോൺ. ബാക്കിയുള്ളത് സ്വസ്ഥത വേണം. നേരം വെളുത്തപ്പമ്മ തുടങ്ങിയത് ഓ നമ ശിവായ എന്നും പറഞ്ഞ് എന്റെ ഫോൺ അടിക്കാൻ. എടി മിക്കുവേ, എന്റെ വാ കഴിക്കുന്നത്. ഇനി കുറച്ചു നേരം നീ ഡയലോഗ് പറയടി. അയ്യോ, എനിക്ക് വയ്യായേ. എടി അമ്മൂമ്മ, വെള്ളത്തെ കണ്ണെങ്കിൽ നിന്റെ വായിക്കകത്ത് മണ്ണ് നിറച്ച് വെച്ചോണ്ടിരിക്കരുതാണ്. അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ തനി വെള്ളയായിട്ട് നടക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്നെ പോലെ ചോപ്പിച്ചിട്ട് നടക്കണമെന്ന്. അമ്മൂമ്മയുടെ ശ്രദ്ധയ്ക്ക് മണ്ണ് നിറച്ച് വെച്ച ചാത്തിനിടയ്ക്ക് എവിടെയോ മിക്കുച്ചേച്ചി പെട്ടുപോയിട്ടുണ്ട്. വായി മണ്ണുമായിട്ടിരിപ്പുണ്ട്. ദയവേത് മണ്ണെല്ലാം എടുത്ത് മാറ്റിയിട്ട് മിക്കുച്ചേച്ചി മോചിതയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ കമന്ററി പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറ്റത്തില്ല, അങ്ങോട്ട് പറഞ്ഞാട്ടെ. തൈറോയ്ഡ് ഉണ്ടായോണ്ട് ഡോക്ടർ പറഞ്ഞടി കൂടുതൽ അങ്ങോട്ട് സംസാരിക്കല്ലേന്ന്. എന്നത്തേക്ക് നീ ഒന്ന് ശ്രമിക്കടി. എനിക്ക് കിട്ടുന്ന ഓരോ പണികൾ ഏറ്റെടുക്കണ്ടായിരുന്നു.
എടാ മിക്കുസ് മീഡിയ എന്ന് മുളക് മാറ്റി ഞാൻ പിങ്കൂസ് വേൾഡ് എന്നാക്കും പറഞ്ഞേ. ഇവളുമാരെപ്പോഴേ നന്നായത് മുഖത്തോട് മുഖം നോക്കി. തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഇവളുമാരെ അമ്മൂമ്മ സഹായിക്കാൻ വന്നല്ല ദ്രോഹിക്കാൻ വന്നെന്ന്. കണ്ട ഇപ്പൊ താടക ഇറങ്ങി വരും. ഇപ്പൊ താടകട കൈ വടി കാണും, തഴുക്കണ കാണും, അടിയുണ്ടാവും. എന്നെയും കൂടെ അതിനകത്ത് പിടിച്ചു കിട്ടും. ഇതുപോലൊക്കെയുള്ള സാധനത്തിന്റെ വീട്ടിൽ തന്നെ ഞാൻ വന്ന് പിറന്നല്ലോ. എന്റെ ഈശ്വര തള്ള നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ കണ്ടല്ലോ പ്രസവിച്ചത്. പടവാളി ചണ്ടിച്ചെങ്കിരി പൊക്കിരി മക്കിരി പൊക്കിരി മക്കിരി പൊക്കിരി മക്കിരി പടവാളി ചണ്ടിച്ചെങ്കിരി പൊക്കിരി മക്കിരി പൊക്കിരി മക്കിരി. അങ്ങനെ അവളുമാരെ യുദ്ധമൊക്കെ ഒരുവിധം കഴിഞ്ഞു. പാവം പിടിച്ചവള് സോപ്പും തോർത്തൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കുളിക്കേണ്ട അവസ്ഥ വന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. വേണ്ട പരീക്ഷയ്ക്ക് വാനണ്ട റെഡിയായിട്ട് നിൽക്കുക. എന്നാലും അവൾക്ക് ചെടി വിട്ടൊരു കളിയില്ല. എടി പോയിരുന്നു ഇനിയെങ്കിലും നീ പുസ്തകം തുറന്നു നോക്കടി. നീ എന്താ എഴുതാൻ പോവാടി എന്ന് ഞാൻ ഒരുപാട് വട്ടം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് തോറ്റുപോയാൽ എന്നെ ആയിരുന്നു പറഞ്ഞേക്കരുത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് എന്റെ വീട്ടിൽ കൊണ്ടുവന്നത്. എടി പിങ്കു, ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയടി. ഇത് എന്തുവാടി നീ പറയുന്നത്? അടാ ഞാനിതൊക്കെ ഒപ്പിച്ചോണ്ട് വന്നാലും വല്ല പാടുപെട്ടാ മിണ്ടാണങ്ങൾ. എനിക്ക് ഉപദേശം ഒന്നും തരം നിൽക്കല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു ഏറ്റെടുത്തോളാന്ന്. പിന്നെ ഞാൻ ഏറ്റെടുത്തപ്പം ഉപദേശം കൊണ്ട് വന്നേക്കുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് സംസാരിക്കേ. ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ ഇക്കാലത്ത് കിട്ടുന്നത് ഇതൊക്കെയാ. വട്ടാ പ്രാന്ത നീ അതല്ലേ പറഞ്ഞോണ്ട് വരുന്നത്. എന്നാ പിന്നെ നീ തന്നെ സംസാരിക്കുന്നു എന്റെ ചാനലില്. ഇന്നത്തേക്ക് നിങ്ങൾ ഈ വട്ടിനെ ഒന്ന് സഹിക്കണേ ഗൈസ്. എന്റെ കഷ്ടകാലത്തിന് ഇത് ലോങ് വീഡിയോ ആയി പോയി. നിൽക്കൂടെ തീരെ വയ്യാത്തോണ്ടാ ഗൈസ്. അങ്ങനെ അവിടെ മറ യുദ്ധം കഴിഞ്ഞ് രണ്ടെണ്ണം ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടികളായി വന്നിരിക്കുകയാണ്. പഠിക്കാനൊന്നും ഇല്ല. അതൊക്കെ പോട്ടെ. ഇനിയിപ്പം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവനെ വിചാരിക്കാതെ ഇപ്പൊ അതൊന്നും നടക്കത്തില്ല. അവളുമാരുടെ വീഡിയോ അല്ലടി ഇത്. നമ്മുടെ കാര്യങ്ങൾ എന്തോ ദിവസം എത്ര അങ്ങോട്ട് പറയാനേ. ഇവളുമാരെന്തോ ഈ വീട്ടിലല്ലയോ. നിന്റെ ചാനലിൽ ഇവളുമാരെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ എന്താ സംഭവിക്കും? ഇപ്പൊ സംഭവിക്കുന്നത് ഞാനങ്ങ് സഹിച്ചു. എന്തൊരു കഷ്ടമായത്. ഇതാ പറയുന്നത് അവനവൻ ചെയ്യേണ്ട ജോലി അവനവൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. എങ്ങനെ ഇരിക്കുമെന്ന്? എങ്ങനെയോ ഇരിക്കുമെന്ന്. ഓ ഇതൊരു ബനാന ടോക്കാണ്. ഇവിടെ ഈ വീട്ടിലൊരു ബനാന ടോക്ക് പോലും പറയാൻ പറ്റത്തില്ലല്ലോ എന്റെ ദൈവമേ. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം അമ്മൂമ്മ നട്ട് തീർന്നു. രാവിലെ തുടങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. പാമ്പ് പിടിച്ച അമ്മൂമ്മ ചാക്കെല്ലാം കണ്ടിച്ചു നിറച്ചു മണ്ണ് നിറച്ചു. എനിക്കറിഞ്ഞൂടെ ഇവിടെ താടകേണ്ട നീര് വഴി പോയോ എന്തോ. അല്ലെങ്കിലും ജോലി എടുക്കുന്ന കാണുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിടും. ഇനി ഇപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തൊക്കെയോ വിശേഷങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് നടക്കുവാണ്. അല്ല അടിച്ചു പൊളിച്ചിരിക്കുവാണ്. ഇതിനിടയ്ക്ക് തീറ്റയും കൂടിയൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. ഇവരെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്കും വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. എന്തൊക്കെ ജോലി എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ട്. മതി നിർത്ത്. ഇത്രയും കോളാക്കിയത് മതി. അപ്പീടയോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും മിക്കുവിന്റെ കൂടെ നിൽക്കണം.